Hello examiner family, നമ്മുടെ +1 അപ്ലിക്കേഷൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 9 ആണല്ലേ, അതായത് നാളെയാണ്. അപ്പോൾ ഒരുപാട് മക്കളെ അപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമ്മുടെ മുമ്പിലുള്ളത് ട്രയൽ അലോട്ട്മെന്റ് ആണല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തത്, കറക്റ്റ് ആണോ, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ അപ്ലിക്കേഷൻസ് ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അലോട്ട്മെന്റിൽ നമ്മുടെ പേരുകൾ വരുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ അലോട്ട്മെന്റ് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അലോട്ട്മെന്റിനെ കൺസിഡർ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇതായി മിസ് പറയുന്നത് പോലെ ഒന്ന് പോയിട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് മിസ് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്മിഷൻസ് കൊടുത്തിട്ടുണ്ട്, അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അലോട്ട്മെന്റിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് അല്ലേ HS ക്യാപ്പിലേക്ക് പോകുന്ന സമയത്ത് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി ഇതുപോലൊരു ടാബാണ് ഓപ്പൺ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ആണ്, ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ചെയ്യാറ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ അല്ലേ പാസ്വേഡും കാര്യങ്ങളും അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വ്യൂ ചെയ്യാൻ പറ്റും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ, അതായത് അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് എൻ്റെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും, അപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനീഷ്യേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നമ്പറും ഒക്കെ കൊടുത്തിട്ട് പാസ്വേഡും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഫോണിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. OTP ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അപ്ലിക്കേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് അതിനർത്ഥം. അതായത് നമ്മുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ചെയ്തിട്ടില്ല ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്കാണ് അപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണുക. ഇനി മൂന്നാമതായിട്ട് ഇതുപോലെയാണ്, അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ് ഹെൻസ് അപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു സ്റ്റാറ്റസ് ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ അലോട്ട്മെന്റിന്, നിങ്ങളുടെ അപ്ലിക്കേഷൻസ് അലോട്ട്മെന്റിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അപ്പം എന്തൊക്കെയോ തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വേഗം തന്നെ അത് എന്ത് ചെയ്യാം, ആ അപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഫൈനൽ അല്ലേ ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും കൺഫേം ചെയ്യണം. അപ്പോൾ ഒരിക്കലും മറക്കരുത്, വളരെ സമയം നമ്മുടെ കയ്യിൽ കുറവാണ്, നാളെ മാത്രമാണുള്ളത്. അപ്പം നാളേക്കുള്ളിൽ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൺഫേം ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എൻ്റെ മക്കളോട് മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും +1 നമ്മുടെ എക്സാം വിന്നർ ഫാമിലിയുടെ ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഓഫ്ലൈൻ ബാച്ചസിന് ഉണ്ടാവുക. കോഴിക്കോട് ചേവായൂരാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നിങ്ങളുടെ ക്ലാസ്സസ് നടക്കുന്നത് നമ്മളുടെ ചേവായൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അപ്പം എല്ലാവരും, വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചോദിച്ചറിയാം. ആൻഡ് നമുക്ക് അല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളിൽ കാണുന്ന ഫാക്കൽറ്റീസിനെ നേരിട്ട് നമുക്കൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരം കൂടെയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്ത് അഡ്മിഷൻസ് ഉറപ്പാക്കാം. ഓക്കെ, താങ്ക് യു.